ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ വീണ്ടും ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ പിന്നെയും തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ കൂടുതൽ ഫലമുള്ളവരായി തീരുവാൻ ഞങ്ങളോട് കൃപ ചെയ്യണമേ. അതിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അല്പം കൂടെ ദൈവകൃപ ലഭിപ്പാൻ, അല്പം കൂടെ ദൈവസ്നേഹം അറിയുവാൻ, അല്പം കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങൾ വളരെ വിനയത്തോടെ അടുത്തു വരുന്നു. ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകുമാറാകണമേ. പിതാവേ, നിന്റെ ജനത്തെ ഓർക്കണമേ. ഈ ചർച്ചിനെ നീ ഓർക്കണമേ. നിന്റെ ദാസനെ നീ സഹായിക്കണമേ. വരുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അവരെ വേഗത്തിൽ കർത്താവ് കൂട്ടിവരുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമേൻ. All of you have not chosen me, but I have chosen you and ordained you that all of you should go and bring forth fruit. ഈ വചനത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ പങ്ക് എന്താണ്? സ്തോത്രം. ഇപ്പം നമ്മളൊരു സ്കൂളിൽ പോവുകയാണ് എങ്കിൽ അതിനകത്ത് നമ്മുടെ പങ്കാണ് പ്രധാനം. പത്തോ 15 കൊല്ലം കൊണ്ട് നമ്മളൊരു ഡിഗ്രി സമ്പാദിക്കുന്നു. അതിനകത്ത് ടീച്ചറുടെ ഒരു പങ്കുണ്ട്, പേരൻസിൻ്റെ ഒരു പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞാലും 90% നമ്മുടെ അധ്വാനമാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ഇനിഷ്യേറ്റീവ്, അതിൻ്റെ ബിഗിനിങ്, ഇതിനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അത് ആരംഭിച്ചത് ദൈവത്തിൽ നിന്നാണ്, നിങ്ങളിൽ നിന്നല്ല. നിങ്ങൾ എന്നെ അന്വേഷിച്ചതല്ല, ഞാൻ
നിങ്ങളെ അന്വേഷിച്ചതാണ്. നിങ്ങൾ എന്നെ വിളിച്ചതല്ല, ഞാൻ നിങ്ങളെ വിളിച്ചതാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബിഗിനിങ്, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടേതല്ല, കർത്താവിൻ്റേതാണ്. സ്തോത്രം. വെച്ചിട്ടൊരു സ്ഥലത്ത് പോയിരിക്കുക. എനിക്ക് വെള്ളം നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലാകുക, ഒരുവൻ വേണ്ടി ജനിക്കുക, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ജനനമാണല്ലോ. അപ്പോൾ ജനനത്തിൽ കുട്ടിയുടെ പങ്കെന്താ? ഒരു മിനിറ്റ് നിങ്ങളുടെ മനസ്സൊന്ന് പ്രവർത്തിക്കട്ടെ. ജനനത്തിൽ കുട്ടിയുടെ പങ്കെന്താ? പറയോ എന്തെങ്കിലും? കേട്ടില്ല. ഒരു പങ്കുമില്ല. സ്തോത്രം. ആ കുട്ടിയുടെ പേര് പോലും കുട്ടി അറിഞ്ഞില്ല, നമ്മളൊക്കെ ഇടുകയായിരുന്നു. എപ്പോഴാ ജനിച്ചേ, ആരാണ് അമ്മ, ഒന്നും അതിനറിയില്ല. നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുക. ജനനത്തിൽ കുട്ടിക്ക് പങ്കില്ല. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും പേരൻസിനാണ്. വീണ്ടും ജനനത്തിൽ നമ്മുടെ പങ്ക് ഉണ്ട്, പക്ഷെ ചെറുതാണ്. എന്താണ് ആ ചെറിയ പങ്ക്? പറയാവോ? വീണ്ടും ജനനത്തിൽ നമുക്കൊരു ചെറിയ പങ്കുണ്ട്. അതെന്താണ്? വിശ്വസിച്ചു, ഇത്രേ ഉള്ളൂ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ വാക്യം നമുക്ക് നല്ല പരിചയമാണ്. എന്നാൽ ഈ വാക്യമോ 1 യോഹന്നാൻ 5:1, 1 John 5:1. ആമേൻ. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ, അവനിൽ ഒരു ജനനം നടക്കും. തീരെ ചെറിയൊരു പങ്കാണ്, സിമ്പിളാണത്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അടുത്തൊരു ചോദ്യം നിങ്ങൾ വായിക്കേണ്ട. എഫേസ്യർ 2:1 നമ്മൾ ഉയർത്തെഴുന്നേറ്റവരാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അടുത്ത ചോദ്യം, ഉയർപ്പിൽ ഡെഡ് ബോഡിയുടെ പങ്കെന്താ? ഒരു പങ്കുമില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പങ്ക്, അതിൻ്റെ ബിഗിനിങ്ങിൽ നമ്മുടെ പങ്ക് തീരെ ചെറുതാണ്, തീരെ ചെറുത്. സ്തോത്രം, 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 സ്തോത്രം. മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും കർത്താവിൻ്റെതാണ്.
അതിൻ്റെ ഇനിഷ്യേറ്റീവ് കർത്താവിൻ്റെതാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഓരോരുത്തരും ഈ വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനായി നന്ദി പറയണം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനായി നന്ദി പറയണം. നമ്മളെ തിരഞ്ഞെടുപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. സ്തോത്രം. എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്ന് തുടർന്ന് പറയുകയാണ്. എന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. അപ്പോൾ നമ്മളെ കർത്താവ് തന്നെ മുഴുവൻ ചെലവും ചെയ്ത് തിരഞ്ഞെടുത്തത് കർത്താവിന് ഫലം കായ്ക്കുവാൻ, കർത്താവ് ആഗ്രഹിച്ച ഫലം കൊടുക്കുവാൻ നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. ഒരു സമയം മാത്രമേ നമ്മൾ ഇവിടെയുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ധ്യാനത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഓരോ വാക്യങ്ങൾ എടുത്ത് ധ്യാനിച്ച് കുറച്ച് പേർക്ക് മാത്രം അതിൻ്റെ സന്ദേശം വാട്സപ്പിൽ ഇങ്ങനെ അയക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് അതിനെ വീണ്ടും ധ്യാനിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 18-19 ഒന്ന് വായിച്ചാട്ടെ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വാക്യങ്ങളാണ്. കാരണം നമ്മളാകെ കുറച്ച് സമയം നമുക്കൊരു മീറ്റിങ്ങിന് കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ബർഗർ പോലെ കിട്ടുന്നതാണ് ഇഷ്ടം. വണ്ടിയിലിരുന്നുകൊണ്ട് ഓർഡർ ചെയ്യുന്നു, അപ്പുറത്ത് വരുമ്പോൾ സാധനം കിട്ടുന്നു, വണ്ടിയിലിരുന്ന് കഴിക്കുന്നു. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ പെട്ടെന്ന് നമുക്ക് ആത്മീയത്തിൽ എന്തെങ്കിലും കിട്ടുകയില്ല. ദൈവവചനത്തിൻ്റെ ധ്യാനത്തിലൂടെ കിട്ടത്തുള്ളൂ. ആ വാക്യം ഒന്നുകൂടെ നോക്കി. യേശുവിനെ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചത് എങ്ങനെയാ? എന്തെങ്കിലുമൊക്കെ ഓർത്ത് നോക്കി. ഒന്ന്, അത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അല്ലേ? സംശയമുണ്ടോ? ഇല്ല. എവിടെ ജനിക്കണമെന്നുള്ളത് പ്ലാൻ ചെയ്തിരുന്നു. അല്ലേ? ബേത്ലഹേമിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. അല്ലേ? സ്തോത്രം. അതിനുവേണ്ടി ഒരു മേരിയെ മുന്നമേ കണ്ടിരുന്നു. അതിനുവേണ്ടി ഒരു ജോസഫിനെ മുന്നമേ കണ്ടിരുന്നു. സ്തോത്രം. ജനനം എന്ന പേര് പറയുന്നെങ്കിലും അയച്ചതാന്ന് യേശു പറയുന്നു. നീ എന്നെ ലോകത്തിലേക്ക് ജനിപ്പിച്ചതുപോലെ എന്നല്ല, അയച്ചതുപോലെ. അങ്ങനെയല്ലേ? നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ. അപ്പോൾ യേശുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചു. അതുപോലെ എന്നെ ദൈവം ഇവിടെ അയച്ചതാണ്, ആക്കി വെച്ചതാണ്. അങ്ങനെ ആ വചനത്തെ വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവല്ലേ പറയുന്നേ. ബൈബിളിലെ ഇത്രയും ഡീപ്പ് കോൺവെർസേഷൻ വേറെ ഇല്ല. പിതാവായ ദൈവം സ്വർഗത്തിൽ, പുത്രൻ ഭൂമിയിൽ നിന്നുകൊണ്ട് പിതാവിനോട് സംസാരിച്ച ദീർഘമായ ഒരു സംഭാഷണമാണ് യോഹന്നാൻ 17. അതുകൊണ്ട് അതിലെ ഓരോ വരികളും വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു കർത്താവ് പറയാണ്, പിതാവേ, അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനിവരെ അയച്ചിരിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. സ്തുതിക്കുന്നു. അതൊരു കൃത്യസമയമുണ്ട്. അതിന് കൃത്യസമയമുണ്ട്. കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതിന് ഒരു ടൈമുണ്ട്.
ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം തീർന്നപ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവേ, ഞാൻ എൻ്റെ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ചു. 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും വായിക്കാമോ? ആമേൻ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. എങ്ങനെയാണ് മഹത്വപ്പെടുത്തിയത്? നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ തീർത്തു. നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ചെയ്തു. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയായും ആരാധനയുമാണ്. അത് നല്ലതാണ്, അത് വേണം, അത് നിർബന്ധമാണ്. പക്ഷെ അത് മാത്രം പോരാ. നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും ഒരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയാ. പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. 33 വയസ്സായപ്പോൾ ഇത് പറഞ്ഞു. മരണത്തിന് ഒരു പ്രായമൊന്നുമില്ല. കാരണം നമ്മളെ അയച്ചതാണെങ്കിൽ തിരിച്ചു വിളിക്കുന്നതിന് അയച്ചവനുദ്ദേശമുണ്ട്. അതിനൊരു സമയമാകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ദൗത്യം അങ്ങ് തീരും. അത് എത്രയും വേഗം തീർത്താൽ എത്രയും വേഗം പോകാമെന്നതാണ് തിരുവെഴുത്ത് തരുന്ന സന്ദേശം. പക്ഷേ നമുക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ദൗത്യം തീർക്കുന്നില്ല. കാരണം നമുക്ക് അപ്പുറം എന്നാന്ന് അറിയില്ലല്ലോ, ഇപ്പുറമല്ലേ അറിയത്തുള്ളൂ. അപ്പുറം ഇങ്ങനെ പലതും പറയുന്നെങ്കിലും ആരും തിരിച്ചു വന്നില്ലല്ലോ. അത് കാരണം ഇവിടെ മാക്സിമം ജീവിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് കുറ്റമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ മാക്സിമം ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനപ്പുറത്തെ കാര്യത്തെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ലല്ലോ. പക്ഷെ ദൈവവചനത്തിൻ്റെ ധ്യാനം എന്നും ഇങ്ങനെ ഒരുപോലെ പോകരുത്. അതിങ്ങനെ പുരോഗമിച്ച് വരണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? പിതാവേ, ഞാൻ സഭയിൽ നിന്നെ മഹത്വപ്പെടുത്തി എന്നല്ല, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ ടെൽഫോർഡിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ ലണ്ടനിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ കാലിഫോർണിയയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ ഇന്ത്യയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ വേഗം തീർന്നു പോകും. അതുകൊണ്ട് ദൗത്യത്തെക്കുറിച്ച് ബോധമുള്ളവരാകുക. പിതാവ് പറയുന്നു, യേശു പറയുന്നു, നീ എന്നെ അയച്ചതുപോലെ ഞാനിവരെ ഇവിടെ അയച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചത് മുൻ നിർണയപ്രകാരമായിരുന്നു. 2, ദൈവിക സംരക്ഷണത്തിലായിരുന്നു. സ്തോത്രം. കർത്താവിനെ ചില സമയത്ത് നിന്ദിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ടെങ്കിലും ആവശ്യം വരുമ്പോൾ കർത്താവിന് വേണ്ടി പിതാവ് ഇടപെട്ടിട്ടുണ്ട്. യേശു കുഞ്ഞ് ജനിക്കുമ്പോൾ വിദ്വാൻമാർ കാണാൻ പോകുന്നു. വിദ്വാൻമാരറിയാതെ ഒരു അബദ്ധത്തിൽ കൊട്ടാരത്തിൽ ചെല്ലുന്നു. കൊട്ടാരത്തിൽ നിറങ്ങുമ്പോൾ ഹെരോദാവ് ഒരു തന്ത്രം ഉപയോഗിക്കുന്നു. തിരിച്ചു വരണം, വന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരണം. നശിപ്പിക്കാനായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വേറെ വഴിക്ക് വിടുകയാണ്. അവിടുന്ന് പിന്നെ ഓരോ മിനിറ്റും ആ കുഞ്ഞിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ പ്ലാനിട്ടിരിക്കുന്നു. മിസ്രൈമിലേക്ക് പോകുക. മിസ്രൈമിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, കുഞ്ഞിനെ നശിപ്പിക്കാൻ പ്ലാനിട്ടവൻ കഴിഞ്ഞുപോയി, തിരിച്ചു പോക്കോ. ദൈവിക പരിപാലനത്തിൽ ആയിരുന്നു.
പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നും വിഷമിക്കണ്ട. സത്യമായി പറഞ്ഞാൽ നാം ദൈവിക നിരീക്ഷണത്തിലാണ്, നാം ദൈവിക പരിപാലനത്തിലാണ്. 100% നാം ദൈവിക നിരീക്ഷണത്തിലാണ്, സ്വർഗീയ ക്യാമറയുടെ കീഴിലാണ്, പരിപാലനത്തിലാണ്. ആവശ്യം വന്നാൽ എമർജൻസി ആയിട്ട് ഇടപെടും. സ്തോത്രം, 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 സ്തോത്രം. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളെ കർത്താവ് ശ്രദ്ധിക്കുന്നില്ല എന്ന്. അങ്ങനെയല്ല. പിതാവ് പുത്രനെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നു എന്നറിഞ്ഞാൽ അപ്പോൾ ഇടപെടും. പിന്നെ ചില കാര്യത്തിൽ എന്നാ ദൈവം ഇടപെടാത്തെന്നൊക്കെ നമുക്ക് തോന്നും. അത് നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത കാര്യങ്ങളാണ്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം, ഞാൻ എപ്പോഴെങ്കിലും കഠിനമായി വിഷമിച്ചിട്ടുണ്ടോ അപ്പോൾ ദൈവം ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക് യു ജീസസ്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗീയ പരിപാലനത്തിലാണ്, ദൈവിക നിരീക്ഷണത്തിലാണ്. വാക്യങ്ങൾ ഓർക്കുക. നിങ്ങളുടെ തലയിലെ രോമങ്ങൾ പോലും പിതാവ് അറിയാതെ നിലത്ത് വീഴുകയില്ല. നാം ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം ഇവിടെ വന്നവരാണ്. നാം ദൈവിക പരിപാലനത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്നവരാണ്, ദൈവിക നിരീക്ഷണത്തിലാണ്. കർത്താവ് നമ്മെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ ഞരക്കം ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ കരച്ചിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ നെഞ്ചിടിപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. നാം സ്വർഗീയ നിരീക്ഷണത്തിലാണ്. സ്തോത്രം. നമുക്ക് വേണ്ടി കർത്താവ് ഒരു സമയത്ത് ഇടപെടേണ്ടി വന്നാൽ ഇടപെടുക തന്നെ ചെയ്യും. സ്തോത്രം, 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 സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആ നിരീക്ഷണവും ആ പരിപാലനവും എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നറിയാവോ? 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആ ആ ആ ഒരു വ്യക്തി ഈ കുഞ്ഞിനെതിരെ ഒരു പ്ലാൻ ഇട്ടപ്പോൾ സ്വപ്നത്തിൽ അതിന് ആക്ഷൻ ഉണ്ടായി. ദൈവത്തിൻ്റെ നെറ്റ്വർക്ക് എത്ര ഭയങ്കരമാണ്. സ്തോത്രം. ആദ്യം വായിച്ചത് മറക്കരുത്. പിതാവേ, നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെ എവിടെയാക്കിയിരിക്കുന്നു. അപ്പം യേശുവിനെ ഭൂമിയിലാക്കിയതുപോലെയാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. എങ്കിൽ നോക്കൂ, ഒരാൾ നമുക്കെതിരെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ സ്വർഗം അതിനെ ക്യാൻസൽ ചെയ്യാൻ വേറൊരു പ്ലാൻ ചെയ്യുക. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവിക നിരീക്ഷണത്തിലാണ്. ഇത് നമ്മുടെ ഉള്ളിലൊന്ന് കത്തിയാലുണ്ടല്ലോ, നമ്മൾ ഭയങ്കര ധൈര്യവാന്മാരായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് ഇന്ന് രാത്രിയിൽ ആ ഒരു ഉറപ്പ് ലഭിക്കട്ടെ, ആ ഒരു ധൈര്യം ലഭിക്കട്ടെ, ആ ഒരു പ്രത്യാശ ലഭിക്കട്ടെ. വാക്യം 14. അവൻ എഴുന്നേറ്റു. ആ ആ ആ ആ പോക്കൊന്നും അത്ര സുഖമൊന്നുമല്ല. ഒരു കൈക്കുഞ്ഞിനെ എടുത്തോണ്ട് രാത്രിയിൽ അന്യ നാട്ടിലേക്ക് ഓടിപ്പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതോ ഓരോ മിനിറ്റ് കഴിഞ്ഞതോറും തണുപ്പ് കൂടി കൂടി വരിക. ഈജിപ്തിലേക്ക് എത്തുമ്പോഴേക്കും മൈനസിൽ താഴെയാ. ഒരു പിഞ്ചു കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് ഉള്ള ആ ഓട്ടം അതത്ര സുഖമൊന്നുമല്ല. പക്ഷെ അവിടെയും ഒരു പരിപാലനത്തിൻ്റെ കീഴിലാണ് നമ്മൾ അനുഭവിക്കുന്ന. എല്ലാം ഒന്നും നല്ല സുഖമുള്ള അന്തരീക്ഷവും നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നീ ഒരു പ്രത്യേക കുടയുടെ കീഴിലാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു പ്രത്യേക അംബർലയുടെ കീഴിലാണ്. നീ ഒരു പ്രത്യേക പരിപാലനത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. രാത്രി തന്നെ പോയി. അന്നേരം വേണേ ഡിപ്രഷൻ ഉണ്ടാക്കാം, നിരാശപ്പെടാം. വേറെ ആരുമില്ലല്ലോ, ധൈര്യപ്പെടുത്താൻ ആരുമില്ലല്ലോ. എന്തിനീ കഷ്ടത വന്നു? മേരിക്ക് വേണേ ഇങ്ങനെ ചിന്തിക്കാം. അന്ന് രാത്രി ദൂതം വന്നപ്പോൾ നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ ഈ ഗതികേടിനെല്ലാം കാരണം. എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് പ്രസവിക്കാൻ പോലും ഒത്തില്ല. അതിനുശേഷം എൻ്റെ കൊച്ചിനെ ഒന്ന് നോക്കാൻ എനിക്ക് നേരം കിട്ടുന്നില്ല. ഞാനെന്തോ ഒരു ടെൻഷനാണ് അനുഭവിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഞാൻ അന്ന് ദൈവദൂതൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചതാണ്, ഏറ്റെടുത്തതാണ്. എങ്ങനെ വേണേ ചിന്തിച്ചു പോകാം മനുഷ്യൻ എന്ന നിലയിൽ. പക്ഷെ നമ്മൾ മറുവശം ഓർക്കണം, ഈ ഭൂമിയിൽ ആരാ കഷ്ടതയില്ലാത്ത? 1000 കോടി രൂപ മുടക്കി ഒരു കല്യാണം ഇന്ത്യയിൽ നടന്നത് ഗുജറാത്തിലാണ്. ഇവിടുന്നും പ്രതിനിധികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ ഭരണത്തിൽപ്പെട്ട ആളുകൾ അതിന് വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സിനിമാ സ്റ്റാർസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ടവർ. ഏറ്റവും ഹൈ പ്രൊഫൈൽ ആളുകൾ വന്ന കല്യാണം. 2000 പേര്. അവർക്കെല്ലാം ഹോട്ടൽ, എല്ലാ അക്കോമഡേഷൻ. അത് കല്യാണമല്ല, കല്യാണത്തിന് മുമ്പുള്ള ചടങ്ങാണ്. ഇനി 1 കൊല്ലം കഴിയുമ്പോഴോ കണ്ട കല്യാണം. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തൊരു സുഖാടാ അവിടുത്തെ പിള്ളേർക്ക്. മുകേഷ് അംബാനിയുടെ മകനാണ്. ഞാനതെല്ലാം ഇരുന്നിങ്ങനെ സമയം കിട്ടിയപ്പോൾ നോക്കി വന്നപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ആ പയ്യൻ അവന് 2 വാക്ക് പറയാൻ സമയം കൊടുത്തപ്പോൾ അവനൊരു മരുന്നില്ലാത്ത രോഗത്തിന് അടിമയാണ്. ജനറ്റിക്കലായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. ഭയങ്കര വണ്ണമാണ്, ഷെയ്പ്പ്ലെസ്സാണ്. ഇവിടെ ഇരിക്കുന്ന ഒറ്റ പെൺപിള്ളേരും അവനെ ഇഷ്ടപ്പെടുകയില്ല, അത്ര നല്ല ഷെയ്പ്പ്. പക്ഷെ ആ കുടുംബത്തെ അറിയാവുന്ന ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി തയ്യാറായി. അവൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും അല്ലാതെ ആരും എന്നെ സഹിക്കുകയില്ല. ഞാനിന്നിങ്ങനെ നിൽക്കുന്നതിൻ്റെ പുറകിൽ എൻ്റെ പേരൻസിൻ്റെ കെയറിങ് ആണ്. ഇത് പറയുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരൻ തുവാല എടുത്തിട്ട് കണ്ണുനീർ തുടയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ പണം ഒരാളെ സുരക്ഷിതനാക്കുന്നില്ല. അവരും കഷ്ടപ്പാടില്ല, അവർ ഭയങ്കര കഷ്ടപ്പാടില്ല. ഒരു പക്ഷേ നമ്മളെക്കാൾ കഷ്ടപ്പാടിലായിരിക്കും. മേരി ജോസഫും അത്ര സുഖമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവർക്കൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു, അവർക്കൊരു പരിപാലനം ഉണ്ടായിരുന്നു. ഒരു വാക്യം പ്രവചനത്തിൽ കിടപ്പുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുകയില്ല. അതിത്ര വലിയ കാര്യമാണോ? അതെ, അതാ ഏറ്റവും വലിയ കാര്യം. ആ കഷ്ടത്തിൻ്റെ അപ്പം അങ്ങ് മാറ്റിയിട്ട് സമൃദ്ധിയുടെ അപ്പവും ആർഭാടത്തിൻ്റെ വെള്ളവും തന്നിട്ട് ഉപദേഷ്ടാവില്ലെങ്കിലോ നിന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എല്ലാ സമൃദ്ധിയെക്കാളും വലുത്. നീടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളത് അറിയുന്നുണ്ടോ? നിങ്ങളത് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനിലാണ് ജീവിക്കുന്നത്. പിതാവേ, നീ എന്നെ ആക്കിയതുപോലെ ഞാൻ ഇവരെ ഇവിടെ ആക്കിയിരിക്കുന്നു. ഇവിടെ 800 കോടി മനുഷ്യരുടെ ഇടയിൽ നിനക്ക് മാത്രം ഒരു അംബർലയുണ്ട്.
നീ ഒരു നിരീക്ഷണത്തിൻ്റെ കീഴിലാണ്, നീ ഒരു പരിപാലനത്തിൻ്റെ കീഴിലാണ്. അതൊക്കെ വല്ലപ്പോഴുമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവർക്കും അതേ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാവും, പിന്നെ മറന്നു പോകും. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് വാക്യം 19 നോക്കി. 19 മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 19. ആ ആ ആ എന്തൊരു പരിപാലനം! യാത്ര ദുരിതമാണ്. മിസ്രൈമിലെ താമസം കംഫർട്ടല്ല, റൂം നല്ലതല്ല, പ്രസവിക്കാൻ ഒരു പശുത്തൊട്ടിയെ കിട്ടിയുള്ളതൊക്കെ ശരിയാണെങ്കിലും എന്തൊരു പരിപാലനമാണെന്ന് നോക്കിക്കേ, എന്തൊരു പരിപാലനമാണെന്ന് നോക്കിക്കേ. കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങിയ ആള് കൊല്ലപ്പെട്ടിരിക്കുന്നു. നീ കൊച്ചിനെ കൊണ്ട് തിരിച്ചു നോക്കൂ. ഇതാണ് നമ്മുടെയും പ്രോമിസ്. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ അർത്ഥം എന്നാണെന്നറിയാവോ? എനിക്ക് ആ ഉത്തരവാദിത്വം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അപ്പനേക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്, നിങ്ങളുടെ അമ്മയേക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്, നിങ്ങളെക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ കരുതിയില്ല പിന്നെ ആര് കരുതും? ഞാൻ സൂക്ഷിച്ചില്ല പിന്നെ ആര് സൂക്ഷിക്കും? ഹല്ലേലൂയ! എന്തൊരു പരിപാലനം, എന്തൊരു നടത്തിപ്പ്! നടത്തിയിടുന്നു ദൈവം എന്നെ, നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപയാൽ എന്നെ. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ, കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ, കൂട്ടിനവർ എൻ്റെ കൂടെ വരും, കൂടാരമറവിൽ തന്നെ അഭയം തരും. കൂട്ടിനവർ എൻ്റെ കൂടെ വരും, കൂടാരമറവിൽ അഭയം തരും. ആമേൻ. നടത്തിയിടുന്നു ദൈവം എന്നെ, നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഈ പാട്ട് എഴുതിയ പശ്ചാത്തലം ഞാൻ എവിടെയോ വായിച്ചത് ഇങ്ങനെയാണ്. തിരുവല്ലയിൽ നിന്ന് ഇടുക്കി കട്ടപ്പന ഭാഗത്തേക്ക് പോകാൻ ബസ്സിൽ കയറി. കയ്യിലുള്ള കാശെടുത്ത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കാശിന് എവിടെ വരെ പോകാവോ അവിടെ ഇറക്കിയേക്കാൻ പറഞ്ഞു. ആ ടിക്കറ്റ് കോതമംഗലം വരെയേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് കട്ടക്കൂരിരുട്ടിനകത്തൂടെ തപ്പിപ്പിടിച്ച് ആ മല കയറുമ്പോൾ മെഴുകുതിരി വെട്ടത്തിൽ താനിങ്ങനെ മനസ്സിൽ കുറിച്ചു, കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ, കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ, കൂട്ടിനവൻ എൻ്റെ കൂടെ വരും, കൂടാരമറവിലന്നഭയം തരും. കൂട്ടിനവൻ എൻ്റെ കൂടെ വരും, കൂടാരമറവിലന്നഭയം തരും. നടത്തിയിടുന്നു
ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഓ ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവനുണ്ടെനിക്ക്. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവനുണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ഓ നടത്തിയിടുന്നു. ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ഓർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്ട് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. അതിനകത്ത് നമ്മുടെ ഒരു പങ്കുമില്ല. നിങ്ങൾ അല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. സ്തോത്രം. നമ്മളെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കാനാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 11. ശ്രദ്ധിച്ചോ, അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളയ്ക്കണം. അതായത് ഒരു വൃക്ഷം മറ്റൊരു വൃക്ഷത്തെ ഉളവാക്കണം. ദൈവത്തിന് ഇനി ഇതിൻ്റെ പുറകെ വരാൻ നേരമില്ല. ദൈവം ഒരു വൃക്ഷത്തെ സൃഷ്ടിക്കുമ്പം പറയുകയാണ് അതത് തരം ഫലം എന്ന് പറഞ്ഞാൽ നിന്റെ ഒറിജിനൽ വൃക്ഷം ഈ ഭൂമിയിൽ നിലനിൽക്കണം. അത് നിന്റെ ജോലിയാണ്. ഇപ്പൊ ബലം എന്ന് പറഞ്ഞാൽ എന്നാന്നൊരു ഐഡിയ കിട്ടിയോ? ബലം കായ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അതൊരു കുഴപ്പമില്ല. അത് ആത്മാവിൻ്റെ ഫലമാണ്. അതായത് പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ ഉണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളാണത്. എന്നാൽ ഇത് വ്യക്തിപരമായി നിങ്ങൾ ബലം കായ്ക്കണമെന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം എന്താന്ന് പിടികിട്ടിയോ? സ്തോത്രം. സ്തോത്രം. എന്താന്ന് പിടികിട്ടിയോ? നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ ഫലം മറ്റൊരു വിശ്വാസി. ഇപ്പോൾ വളരെ ഫലം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി 5, 8, 10 പേരെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അത് 20, 30 ആയാലും കുഴപ്പമൊന്നുമില്ല.
ഇവിടെ സ്ഥലമുണ്ടല്ലോ. 50 100 ആകാം. നിങ്ങളൊരു ഓറഞ്ച് മരത്തിലേക്ക് നോക്കൂ, എത്ര കായ. ഒരു ആപ്പിൾ മരത്തിലേക്ക് നോക്കൂ, എത്ര കായ. ഒരു തെങ്ങിലേക്ക് നോക്കൂ, എത്ര കായ. ഫലം എന്ന് പറഞ്ഞ വാക്ക് ഇനി നമുക്ക് ധ്യാനിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പതുക്കെ പറയുന്നത്. ഹല്ലേലൂയ. ഫലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മീനിങ്, ആദ്യത്തെ മീനിങ് പറയാം, നിസ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും മലയാളികളാണല്ലോ ഭൂരിപക്ഷം, അല്ലേ? ഈ കരിക്കും വെള്ളം കുടിച്ചിട്ടുള്ളവർ കൈ പൊക്കിക്ക്. തേങ്ങാ വെള്ളം കുടിച്ചിട്ടുള്ളവർ മതി 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 മതി. ഏതെങ്കിലും തേങ്ങാ വെള്ളം കുടിച്ചിട്ടുണ്ടോ? എന്തോരം വെള്ളം ഒരു തെങ്ങയിൽ. 100 തേങ്ങയൊക്കെ കുറഞ്ഞതാ നല്ല തെങ്ങിൽ, നിറയെ വെള്ള. ഇന്ന് വരെ തെങ്ങിനാരും തേങ്ങ വെള്ളം കൊടുത്തിട്ടില്ല. ഇത് മുഴുവൻ ചുവന്നോണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കുടിക്കാനാണ്. ഇപ്പം അവിടെയൊക്കെ തേങ്ങയ്ക്ക് വേണ്ടിയല്ല, കരിക്കിന് വേണ്ടിയാവും കൃഷി ചെയ്യുന്നത്. മൂക്കുന്നതിന് മുമ്പ് വെട്ടിഞ്ഞു പോരുമല്ലോ, ലോറിക്കണക്കിന് റോഡിലെല്ലാം വെട്ടി കുടിക്കാൻ തരുക. കൊച്ചു പാഠമാണ്. ഫലം ഒരിക്കലും വൃക്ഷത്തിനുപകരിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. ഒരു വൃക്ഷവും അതിൻ്റെ ഫലം കഴിക്കുന്നില്ല. ഇതിങ്ങനെ ചുവന്നോണ്ട് നിൽക്കുന്നത് വല്ലവർക്കും വേണ്ടിയാ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക്, ഫോർ അതേഴ്സ്, ഫോർ അതേഴ്സ്. ഇത് ദഹിക്കാൻ പ്രയാസമാല്ലേ? ഹല്ലേലൂയ. ഇതത്ര സുഖകരമായൊരു സന്ദേശമല്ല, പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ ബലം കായ്ക്കണം, വളരെ ബലം കായ്ക്കണം. അർത്ഥം ഇത്രയേ ഉള്ളൂ: വളരെ ആത്മാക്കളെ നേടണം, വളരെ ആത്മാക്കളെ നേടണം. സ്തോത്രം. നമ്മുടെ ഈ ഒരു ജീവിതം കൊണ്ട് അതാണ് സാധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ഒടുവിലത്തെ രാത്രിയിൽ, അല്ലെങ്കിൽ ഈ ശനിയാഴ്ച, ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നമുക്ക് കർത്താവിനോടൊന്ന് പറയാം, എനിക്ക് ഫലം കായ്ക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്ങനെ ഒരാൾക്ക് ഫലം കായ്ക്കാൻ കഴിയും? സ്തോത്രം. എങ്ങനെ ഒരാൾ അധികം ഫലമുള്ള ആളായി മാറും? അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ധ്യാനിക്കാം. സ്തോത്രം. ഈ അധ്യായത്തിൽ, യോഹന്നാന്റെ 15-ാം അധ്യായത്തിൽ, എങ്ങനെ ഫലമുള്ള ജീവിതം നയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. നാലാമത്തെ വാക്യം. ആമേൻ. നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. ഈ അധ്യായത്തിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് ഏതാന്ന് കണ്ടുപിടിക്കണം. വാക്ക്. കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ ഒന്ന് വസിക്കുക എന്ന വാക്കാണ്. എബൈഡ്സ്. ഫലം കായ്ക്കാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ അധ്യായം നമ്മളോട് പറയുന്നത് വസിക്കുക. വസിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും.
കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. സ്തോത്രം. വസിക്കുകയാണ് ബലം കായ്ക്കാനുള്ള എളുപ്പവഴി. എളുപ്പവഴിയല്ല, ഏക വഴി കർത്താവിൽ വസിക്കുക. ഇത് ബന്ധത്തെ കാണിക്കുന്നു, റിലേഷനെ കാണിക്കുന്നു. രാവിലെയും ആ കാര്യം അതിലൂടെ നമ്മൾ വന്നു. കർത്താവുമായിട്ടുള്ള ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആൻഡ് സ്വീറ്റ് റിലേഷൻഷിപ്പിൽ നിന്നാണ് ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് ഉളവാകുന്നത്. സ്തോത്രം, 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 സ്തോത്രം. 3 ബന്ധങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. 3 റിലേഷൻസ്. ജോൺ 15. ഒന്നാമത്തേത് വിശ്വാസിക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധം. രണ്ടാമത്തേത് വിശ്വാസിക്ക് വിശ്വാസിയോടുള്ള ബന്ധം. മൂന്നാമത്തേത് വിശ്വാസിക്ക് ലോകത്തോടുള്ള ബന്ധം. വചനങ്ങൾ കാണിച്ചു തരാം. 1 മുതൽ 8 വരെയും അതിങ്ങനെ തുടരുകയാണ്. അത് കഴിഞ്ഞ് തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞു വരികയാണ്. സ്തോത്രം. വാക്യം 12 വായിച്ച്. 12. അപ്പോൾ ഒന്നാമത്തേത് നാം കർത്താവിനോടുള്ള ബന്ധം, രണ്ടാമത്തേത് നമുക്ക് തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആദ്യത്തെ ഭാഗം ഏകദേശം 11 വരെ വരും, രണ്ടാമത്തെ ഭാഗം 17 വരെ വരും, മൂന്നാമത്തെ ഭാഗം 18 ആരംഭിക്കുന്നു. 18 വായിച്ചാട്ട്. വായിച്ചോ. ആമേൻ. നിങ്ങൾ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കണം. ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കണം. 3 ബന്ധം. ഇതിലൊന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാമത്തേത് നല്ല നിലയിൽ വളർന്നാൽ രണ്ടാമത്തേത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. മൂന്നാമത്തേത് കുറയും. എന്നാൽ ഒന്നാമത്തേത് കുറഞ്ഞാൽ രണ്ടാമത്തേത് കുഴയും, മൂന്നാമത്തേത് കൂടും. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനോടുള്ള ബന്ധം കുറഞ്ഞാൽ സൗരന്മാർ തമ്മിലുള്ള ബന്ധം കുഴയും, ലോകത്തോടുള്ള ബന്ധം കൂടും. ലോകം 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 എന്താണ് ലോകം? സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ. യോഹന്നാൻ അപ്പോസ്തലനാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ലോകം 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 ലോകം. ഇതൊരു സാധനമല്ല, ഇതൊരു സ്ഥലമല്ല, ഇതൊരു വ്യവസ്ഥിതിയാണ്. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ സംവിധാനമാണ് ലോകം. ഈ സംവിധാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പണമാണ്. പണം, പ്രതാപമൊക്കെയാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ലോകം അറിയാതെ നമ്മളും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും.
നമ്മൾ പോലും അറിയത്തില്ല, നമ്മൾ ലോകക്കാരെ പോലെ ചിന്തിക്കും, ലോകക്കാരെ പോലെ ഭാവന കാണും. അതിൽ നിന്ന് പുറത്തു വരാനാണ് ഈ വചനം ഇങ്ങനെ ഇടയ്ക്ക് കർത്താവ് ഓർപ്പിക്കുന്നത്. സ്തോത്രം. നമ്മൾ ലോകത്തിലെ ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ ലോകക്കാരല്ല. നമ്മൾ പാടും, ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ടെന്നൊക്കെ ചിലർ പാടും. ചിലർ പാടും ലോകത്തിന് ഇമ്പം വേണ്ടെന്ന്. വെറുതെ പറയുന്നതേ ഉള്ളൂ. അതിനെ ഹൃദയത്തിൽ നിന്ന് പറയാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരുന്നു. വിശ്വാസിക്ക് ലോകത്തോടുള്ള ബന്ധം ഇതൊക്കെയാണ്. സ്തോത്രം. നാം പിന്നെ ലോകത്തിൽ എന്ത് ചെയ്യണം? 2 വചനങ്ങൾ തരാം. ഒന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ നക്ഷത്രങ്ങളായി വിശ്വാസികൾ നീക്കണം. നക്ഷത്രം എപ്പോഴാ പ്രകാശിക്കുന്നത്? അഥവാ നക്ഷത്രത്തെ കാണുന്നത് എപ്പോഴാ? രാത്രിയില്ല. ഇത് അന്ധകാര ലോകമാണ്. ഇവിടെ ഞാനും നിങ്ങളും സ്റ്റാർസ് ആകണം. ഒരു നക്ഷത്രത്തെ നിങ്ങൾക്ക് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണാം. ആ നക്ഷത്രം ഒരു വഴികാട്ടിയായിരുന്നു. അത് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ആളുകൾക്ക് വഴി കാണിച്ചു കൊടുത്തു. അവരിടയ്ക്ക് വെച്ച് വഴി വിട്ടു. വഴി തെറ്റിയതല്ല, വഴി വിട്ടു. നക്ഷത്രത്തെ വിട്ടിട്ട് അവർ വേറെ ഐഡിയയിലൂടെ യാത്ര ചെയ്തു, സ്വന്തം വിവേകത്തിൽ ഊന്നി. നക്ഷത്രം എന്ത് ചെയ്തെന്നറിയാമോ? നക്ഷത്രം അവിടെ വെയിറ്റ് ചെയ്തു. ഇവൻ തിരിച്ചു വരും. സ്തോത്രം. മത്തായി സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം നോക്കിയേ. അതിൻ്റെ ഒറിജിനൽ തർജ്ജിമയിൽ നക്ഷത്രം വീണ്ടും കണ്ടതുകൊണ്ടെന്ന. 2-ന്റെ 1 മുതൽ നോക്കിയേ. അവിടെ സന്തോഷിച്ചു എന്ന് കാണുന്നില്ല. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടുവന്നതാണ്. ഇപ്പൊ ഇവരെ നയിച്ചത് നക്ഷത്രമാണ്. എന്നാൽ കുറച്ച് കാലം അങ്ങ് കഴിഞ്ഞു. 2 വർഷത്തോളം ഈ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. 1.5 വർഷം എടുത്തു കാണും. ആട്ടിടയന്മാർ യേശുവിനെ കണ്ടത് കണ്ട സ്ഥലത്തല്ല വിദ്വാന്മാർ കണ്ടത്. വീട്ടിലെത്തി കണ്ടു. അപ്പോഴേക്കൊക്കെ അവിടുന്ന് പോയി കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ നക്ഷത്രം ഇങ്ങനെ ഇവരെയും കൊണ്ട് പോയി ഈ രാജാവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയപ്പോൾ അങ്ങോട്ടങ്ങ് പോയി. അപ്പം ഈ വന്നവർ റോയൽ ഫാമിലിക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊട്ടാരത്തിൽ കയറാൻ പറ്റിയല്ല. കിട്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ വെച്ച് വിവരം അറിയിച്ച് പാലസിൽ നാൾ വന്ന് ഇവരെ കൊണ്ടുപോയി. ഇവർ VIPs ആണ്. ലോകപ്രകാരമുള്ള നല്ല ഇൻവിറ്റേഷൻ കിട്ടുമ്പം, നല്ല ബന്ധങ്ങൾ കിട്ടുമ്പോൾ സ്റ്റാറിനെ മറക്കുക, ദർശനത്തെ മറക്കുക, നിയോഗത്തെ മറക്കുക. അതാണ് അവിടെ സംഭവിച്ചത്. നമുക്കൊക്കെ സംഭവിക്കാവുന്നതാണ്.
മനുഷ്യനല്ലേ, ബലഹീനത. പാലസിൽ നിന്നുള്ള ക്ഷണം കിട്ടിയപ്പോൾ നക്ഷത്രത്തെ വിട്ടു. പക്ഷെ നക്ഷത്രം എന്ത് ചെയ്തെന്നറിയാവോ? അവിടെ തന്നെ നിന്നു. ഇവരിവിടെ എല്ലാം കറങ്ങി മനപ്രയാസപ്പെട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇവരെ കാത്തു നിൽപ്പുണ്ട നക്ഷത്രം. ഇനി എന്നാ ചെയ്യും, എങ്ങോട്ട് പോകുമെന്ന് ഓർത്ത് നോക്കുമ്പോൾ ആ നക്ഷത്രം വീണ്ടും കണ്ടു. നക്ഷത്രം വീണ്ടും കണ്ടതുകൊണ്ട് അവരത്യന്തം സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിങ്ങൾ ലോകത്തിൽ നക്ഷത്രങ്ങളാകണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇരുട്ടിലുള്ള ജനതയ്ക്ക് വെട്ടം കൊടുക്കുന്നവരായി തീരണം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നന്മ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിന് ഞാൻ എതിരല്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത് ഇതാണ്: ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനാണ്. സ്തോത്രം. അപ്പം ലോകത്തിൽ നമുക്കൊരു ദൗത്യമുണ്ട്. നാം ലോകത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കണം. അതിനുള്ള മാർഗം അവിടെ പറയുന്നുണ്ട്. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ വചനം പ്രമാണിക്കുമ്പോഴാണ് വെളിച്ചമുണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ലോകത്തിലെ ബന്ധം. മറ്റൊരു വചനം കിടക്കുന്ന മത്തായി 5-ലാണ്. അതിങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചവും നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ആകുന്നു. അങ്ങനെ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. നാം ഫലം കായ്ക്കണമെങ്കിൽ നാം വസിക്കണം. വസിക്കണം. വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വസിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നല്ല. വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വാക്കാണ്, വേറൊരു അർത്ഥമാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയത്തില്ല. ഒരിക്കലും ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിന് അത് ഇത് മാറാൻ പറ്റുകയില്ല. മാറിയ പിന്നെ തിരിച്ചു വരാനും പറ്റുകയില്ല. ഇതുപോലെ ഒരു ബന്ധം കർത്താവിനോട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ? എങ്കിലേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ഫാസ്റ്റിംഗ് പ്രയറിനോ വരുമ്പോൾ ഉള്ള ഒരു ബന്ധം പോരാ. 24 മണിക്കൂറും കർത്താവിൽ വസിക്കുന്നവർക്കേ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കാൻ കഴിയുള്ളൂ. 24 മണിക്കൂറും കർത്താവിൽ വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. എന്നിൽ വസിപ്പീ, ഞാൻ നിങ്ങളിലും വസിക്കും. സ്തോത്രം, സ്തോത്രം. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഈ വിഷയം ഇങ്ങനെ ക്ലാസ് എടുത്തു യുവാക്കൾക്ക് വേണ്ടി. യോഹന്നാൻ 15. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വളരെ ആത്മാർത്ഥത്തോടെ ചോദിച്ചു, വസിക്കാൻ വേണ്ടി എന്നാ ചെയ്യണ്ടേ? വസിക്കാൻ വേണ്ടി എന്നാ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, വസിക്കാൻ ഒന്നും ചെയ്യണ്ട. ഒരു വൃക്ഷത്തിലോട്ട് നോക്ക്. വൃക്ഷത്തെ കൊമ്പ് വസിക്കുന്നു. അതിന് കൊമ്പാണോ റിസ്ക് എടുക്കുന്നത്, വൃക്ഷമാണോ റിസ്ക് എടുക്കുന്നത്? ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അത് നടത്തിത്തരും. കർത്താവിൽ വസിക്കുക എന്നത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നിട്ടും ആ സഹോദരന് മനസ്സിലായില്ല. ഞാൻ പിന്നെയും വിശദീകരിച്ചു. 3 വിധത്തിൽ ഇത് സാധിക്കും. 1 പ്രയർ, 2 വചനധ്യാനം, 3 കൂട്ടായ്മ. ഈ വിധത്തിലാണ് നമുക്ക് കർത്താവിൽ വസിക്കുന്നത് ഇഫക്റ്റീവാക്കാൻ പറ്റുള്ളൂ. പ്രയർ തന്നെ 3 ഉണ്ട്. 1 പേഴ്സണലായിട്ടുള്ള പ്രയർ, 2 ഫാമിലി പ്രയർ, 3
ചർച്ച് പ്രയർ. പേഴ്സണൽ പ്രയറാണ് ഏറ്റവും പ്രധാനം. രണ്ടാം സ്ഥാനം ഫാമിലി പ്രയറാണ്. മൂന്നാമത്തേതാണ് കോൺഗ്രിഗേഷണൽ, എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥന. എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥന വളരെ നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ ഒത്തിരി പ്രധാനമാണ് കുടുംബമായിട്ടുള്ള പ്രാർത്ഥന. അതിനേക്കാളൊക്കെ ഒത്തിരി പ്രധാനമാണ് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന. കർത്താവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രെയർ ലൈഫ് വേണം. പ്രാർത്ഥനയിലൂടെയാണ് നാം കർത്താവിൽ വസിക്കുന്നത്. ആരാധനയിലൂടെയാണ് നാം കർത്താവിൽ വസിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ ചോദിക്കുകയല്ല, കർത്താവിൽ ഇങ്ങനെ ആനന്ദിക്കുകയാണ്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഫലം കായ്ക്കണമെങ്കിൽ കർത്താവിൽ വസിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഈ വസിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നിങ്ങളെ ദൈവം നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഷോർട്ട് കട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. എങ്ങനെ കർത്താവിൽ വസിക്കാം? സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. റോമൻസ് 8:14. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ് അവിടെ കാണുന്നത്. അതിൻ്റെ 16 വന്നേ. റോമർ 8:16. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു, വന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ദൈവാത്മാവ് നമ്മെ നടത്തുന്നു. അപ്പോഴാണ് ശരിക്കും കർത്താവിൽ നമ്മൾ വസിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ബലം കായ്ക്കുന്നത്. ഇതെല്ലാം കൊണ്ടുവന്ന് ഇതിൻ്റെ റിയലൈസേഷൻ നടക്കുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് ഹോളി സ്പിരിറ്റിലാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറയുക, പരിശുദ്ധാത്മാവിൽ നടക്കുക, പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഞാൻ നിങ്ങളെ ആത്മനിറവിൻ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ചുരുക്കം ചില മിനിറ്റുകൾ നമുക്ക് ആ ഭാഗം ധ്യാനിക്കാം. കർത്താവിൽ വസിക്കുക, ബലം കായ്ക്കുക. ഈ രണ്ട് കാര്യത്തിൻ്റെ അതിൻ്റെ ഫൈനൽ വേർഡിലോട്ട് പോവുകയാണേ. പ്രാർത്ഥനയോടെ കേൾക്കണം. പരിശുദ്ധാത്മ നിറവിലാണ് ഇത് രണ്ടും നടക്കുന്നത്. കർത്താവിൽ വസിക്കുന്നതും ബലം കായ്ക്കുന്നതും ഇത് രണ്ടും സംഭവിക്കുന്നത് ആത്മനിറവിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലേ പറ്റത്തുള്ളൂ. ഞാനിവിടെ നിന്ന് 3 മണിക്കൂർ പ്രസംഗിച്ചാലും നിങ്ങൾ ആവർത്തിച്ച് ഈ വാക്യങ്ങൾ വായിച്ചാലും അതങ്ങോട്ട് നടക്കുകയില്ല. അത് പ്രായോഗിക ജീവിതത്തിൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോഴാണ്. അതിനെന്നാ പാസ്റ്റർ ചെയ്യേണ്ടത് കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. ആമേൻ. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിനു വേണ്ടി കൊതിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ദാഹമാണ്. ദാഹമാണ്. സ്തോത്രം. പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം കൊതിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ദാഹമാണ്.
യേശു വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു തരുന്നത് യേശു കർത്താവാണ്. നാം ദാഹത്തോടെ അടുത്ത് വരണം. സ്തോത്രം. ഇവിടെ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദാഹമുണ്ട്? അവരെല്ലാം കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. നിറഞ്ഞു കഴിയുമ്പോൾ ഇത്ര നേരം പറഞ്ഞ വചനമൊക്കെ മനസ്സിലാവും, രാവിലെ പറഞ്ഞതും മനസ്സിലാവും. നിറഞ്ഞ സ്നേഹം എങ്ങനെ സാധിക്കും? പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എങ്ങനെ വസിക്കാൻ പറ്റും? എങ്ങനെ ബലം കായ്ക്കാൻ പറ്റും? ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ബലം കായ്ക്കുമോ? ഇല്ല. ഞാൻ എത്രയോ കൊല്ലമായി ഇത് പഠിക്കുന്നു, ധ്യാനിക്കുന്നു. വേദപുസ്തകം പഠിക്കാത്തത് കൊണ്ടാണോ ബലം കായ്ക്കാത്തത്? അല്ല. വേദപുസ്തകം പഠിക്കാത്തത് കൊണ്ടാണോ കർത്താവിൽ വസിക്കാത്തത്? ഒരിക്കലുമല്ല. വേദപുസ്തകം പഠിക്കാൻ നമുക്ക് കഴിയണം, നല്ലതാണ്. എന്നാൽ വേറൊരു രഹസ്യം ഇതിനകത്തുണ്ട്. അതിലേക്ക് നിങ്ങളെ ഒന്ന് ഒരു പടി കൂടെ കയറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ വായിച്ചതും കേട്ടതും ലൈഫിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രസംഗവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടിക്കലാക്കി തരുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മൾ ഇടം കൊടുത്താൽ എല്ലാം വർക്കിംഗ് കണ്ടീഷനാവും. ഒത്തിരി ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്, പക്ഷെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കറണ്ട് വരുമ്പോഴാണ്. കറണ്ട് പോയാലെല്ലാം പോയി. ഇന്നത്തെ ഒരു നല്ല മൊബൈൽ ഫോൺ എടുത്താൽ 24 ആപ്ലിക്കേഷനാണ് അതിനകത്ത് കിടക്കുന്നത്. അതിലൊക്കെ കൂടുതലുണ്ട് പിള്ളേരുടെ ഫോണിൽ. പക്ഷെ ബാറ്ററിയുടെ ചാർജ് പോയാൽ എല്ലാം കണ്ണടച്ചു, ഒന്നും വർക്ക് ചെയ്യത്തില്ല. കറണ്ട് വരാതെ ഒന്നും ചലിക്കത്തില്ല. ഈ വചനം നമ്മളിലൊന്ന് ക്രിയ ചെയ്യണമെങ്കിൽ ആത്മാവ് വരണം. ആത്മാവ് വരണം. എത്ര പേർക്ക് ദാഹമുണ്ട്? എങ്കിൽ ഈ പറഞ്ഞതെല്ലാം അനുഭവമാകാൻ പോവുക. നിങ്ങൾക്ക് ആത്മാക്കളെ നേടാൻ പറ്റും നിങ്ങളിൽ ആത്മശക്തി ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് കർത്താവിൽ വസിക്കാൻ പറ്റുകയല്ല, കർത്താവിലല്ലാതെ വസിക്കാനേ പറ്റൂല. നിങ്ങൾ എവിടെ പോയാലും കർത്താവിൽ വസിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ആത്മനിറവിലേ അത് പറ്റുകയുള്ളൂ. ഇത് സ്വയമായി ചെയ്യുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് ചെയ്യിപ്പിക്കുന്നതാണ്. ഈ ജീവിതത്തെ ആത്മാവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുത്തേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒന്ന് കൊതിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. കേവലം ഒരു കയ്യടി മാത്രമല്ല, ഒരു ഉണർവിൻ്റെ ഒരു ചലനം മാത്രമല്ല, അതിലൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിലുള്ള മുഴുവൻ ദൈവവചന കേൾവിയും അർത്ഥവത്താക്കുന്നത് അഭിഷേകമാണ്, ആത്മനിറവാണ്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പം നമ്മളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. ദാഹത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. അടുത്ത വാചകം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. സ്തോത്രം. ആ ഒരു ഒഴുക്ക് വരുമ്പോൾ എല്ലാം നടക്കും. സ്തോത്രം, 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 സ്തോത്രം. അടുത്ത വാചകം നോക്കിയത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അവനിത് ലഭിപ്പാനുള്ള ഭാവിയാ പറയുന്നത്. അടുത്ത വാചകം നോക്കിയേ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാഭിഷേകം എന്ന ഈ നവ്യമായ അനുഭവം യേശുവിൻ്റെ ക്രൂശുമരണത്തിനും അടക്കത്തിനും ഉയർപ്പിനും ശേഷമേ സംഭവിക്കുകയുള്ളൂ. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. എല്ലാം വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്.
പരിശുദ്ധാത്മാവ് അതിനു മുമ്പ് ഭൂമി വന്നിട്ടുണ്ട്. പക്ഷെ പെന്തക്കോസ് നാളിലെ അനുഭവം വന്നിട്ടില്ല. അപ്പം പെന്തക്കോസ് എക്സ്പീരിയൻസ് സംഭവിക്കണമെങ്കിൽ ക്രിസ്തു പുനരുത്ഥാനം ചെയ്യണം. എന്നോട് വായിച്ചു നോക്കി എങ്ങനെയല്ലേന്ന്. അവനിത് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? പറഞ്ഞോ. യേശു തേജസ്കരിക്കപ്പെടണം. യേശു എപ്പോഴാണ് തേജസ്കരിക്കപ്പെട്ടത്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അവിടെ വെച്ചാണ് യേശു തേജസ്കരിക്കപ്പെടുന്നത്. സ്തോത്രം. ഇനിയും അടുത്ത് സംഭവിക്കാൻ പോണത് ആത്മാവ് വരിക. കാണിച്ചു തരാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 32 ഞാൻ വായിക്കാം. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാവുന്നു. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. കർത്താവ് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന ഉടനെ ആദ്യം ചെയ്ത കാര്യം, പിതാവേ, നീ പറഞ്ഞതും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതുമായ ആ കാര്യം അവർക്ക് കൊടുക്കണം. അങ്ങനെ പിതാവിനോട് വാങ്ങി. അങ്ങനെ തന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പിതാവേ, അതിങ്ങ് തരണം, ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ പോന്നെ. കർത്താവ് പറഞ്ഞ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ആവണമെങ്കിൽ ആത്മാവ് വരണം. കറണ്ടില്ലാതെ ഈ വണ്ടി ഓടത്തില്ല. കർത്താവ് നേരെ പിതാവിനോട് ചോദിച്ചു. പിതാവ് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. കർത്താവ് അത് സഭയ്ക്ക് കൊടുത്തു. അന്ന് കൂടിയിരുന്ന 120 പേരത് പ്രാപിച്ചു. അത് പ്രാപിച്ചപ്പോൾ അവർക്ക് അന്യഭാഷയാണ് ആദ്യം ലഭിച്ചത്. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വായിച്ചാൽ ഈ പെന്തക്കോസ്ത് നാളിലെ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അടയാളം അന്യഭാഷയാണ്. അപ്പോൾ കർത്താവിൽ വസിക്കാനും ബലം കായ്ക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് ഒരു പടി കൂടെ കയറണം. 2 വാക്യങ്ങൾ കൂടെ കാണിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗ്യം പഴയ നിയമത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ശേഷം സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. ദൈവത്തോട് നേരിട്ട് സംസാരിക്കുക. കർത്താവിൽ എങ്ങനെ വസിക്കാം എന്ന ചോദ്യത്തിനാണ് ഞാൻ ഈ ഉത്തരം തരുന്നത്. ആത്മാവിൽ നിറഞ്ഞാലേ അത് സാധിക്കത്തുള്ളൂ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ആര് തിരിച്ചറിയുന്നില്ല. 4-ാമത്തെ വാക്യം നോക്കി. ആത്മീയ വർധന വരുത്തുന്നു.
ഇനിയും 5-ാമത്തെ വാക്യം നോക്കിയേ. ആമേൻ. മതി മതി. പൗലോസ് ആഗ്രഹിക്കുക 2 കാര്യം. വിശ്വാസികളെല്ലാവരും അന്യഭാഷ സംസാരിക്കണം, വിശേഷാൽ പ്രവചിക്കണം. ഇത് നടക്കുമോ? നടക്കും. അപ്പം നമ്മളെല്ലാവരും പ്രവാചകന്മാരാണോ? അല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്ന ആ തലം ധാരാളമായിട്ട് നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടാൽ ആ അന്തരീക്ഷത്തിൽ നിങ്ങൾ പ്രവചിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അന്യഭാഷ നമ്മെ പ്രവചനത്തിലേക്ക് നയിക്കും, വെളിപ്പാടിലേക്ക് നയിക്കും, വിവേചനത്തിലേക്ക് നയിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ തിരുവെഴുത്തുകളെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാകുന്നത്. ഇപ്പം കർത്താവിൽ വസിക്കാനും ബലം കായ്ക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ ഷോർട്ട് കട്ട് പറയുക, ആത്മാവിൽ നിറയുക, അധികമായി നിറയുക, അധികമായി നിറയുക. അവൻ ആത്മാവിനെ അളവില്ലാതെ കൊടുക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഞാൻ നിങ്ങളോട് ഏകദേശം 1.25 മണിക്കൂർ സംസാരിച്ചു. ഇതെല്ലാം നിങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റേഷൻ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. അതിനെന്താ മാർഗം? ദാഹമാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസനിൽ എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ബൈബിളൊക്കെ താഴെ വെച്ചിട്ട് ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി 1-2 മിനിറ്റ് സ്തോത്രം ചെയ്താട്ടെ. 2 കൈകളും ഉയർത്തി അല്പം കൂടെ ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ദാഹമെന്ന് പുറത്തേക്ക് വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. ഈ ഹാർഡാണ് ഈ വചനം. ഇത് കഠിനമാണ് എന്ന് തോന്നുന്ന വേദഭാഗങ്ങൾ കർത്താവെ അതൊന്ന് ഈസിയാക്കി തീർക്കുന്ന ആത്മാഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാം ചിന്താ ലോകം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാം മാനസിക നിലവാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് സഭയിലേക്ക് വരാൻ പ്രാർത്ഥിക്കുന്നു. ഇവരിൽ ഒരാൾ 10 പേരെ നേടുന്നവരായി തീരട്ടെ. ഒരാൾ 100 പേരെ നേടുന്നവരായി തീരട്ടെ. ഒന്ന് കരങ്ങൾ അടിച്ചൽപ്പനേരം ദൈവത്തെ സ്തുതിച്ചാണ്. ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം, ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് ബൈ ഹോളി സ്പിരിറ്റ്. ശക്തിയോടെ 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 കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങൾക്ക് പുതിയ ഭാഷകൾ ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ നാവിന്റെ കെട്ടുകൾ അഴിയാൻ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാത്തിനും മറുപടി വരാൻ പോകുന്നു. രോഗശാന്തി ഉണ്ടാകുന്നു യേശുവിന്റെ നാമത്തിൽ.
ആത്മാവേ വ്യാപരിക്കണമേ. അളവുകൂടാതെ അളവുകൂടാതെ ഈ സഭയ്ക്ക് ഒരു നെക്സ്റ്റ് ലെവൽ ഇന്ന് രാത്രി ആരംഭിക്കട്ടെ. സദാ റബാല ലുദാബഖബന ഷതറ ഖലബകറ ലാദമന ഷതുരി അമന ഹദ്ദരി കലബഷ ലുഗറബല സതറ ലബസിയ. ഈ സഭകൾ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഈ സഭയിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഈ സഭയിൽ ആട്ടിൻകൂട്ടങ്ങൾ കൂട്ടമായി ജനിക്കട്ടെ. Holy Spirit, Holy Spirit. Thank you, Jesus. Thank you, Jesus. Oh, Holy Spirit. Oh, Holy Spirit. Amen. നിങ്ങൾ ഫലം കായ്ക്കണം. ഫലമെന്ന് പറയുന്നത് നമുക്കല്ല, മറ്റുള്ളവർക്കാണ്. മറ്റുള്ളവരെ നേടുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലോട്ട് ഈ ചർച്ച് മാറും. ഒരാളെ നേടിയാൽ അടുത്ത വർഷം ഇരട്ടിയായി, അതിൻ്റെ അടുത്ത വർഷം 4 ഇരട്ടിയായി. ഇതല്ലാതെ മറ്റൊന്നും ഒരു സഭയെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് മാത്രമേ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അതിനിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നോളൂ. നമ്മുടെ ഈ കാര്യം എന്നൊക്കെ പറയുന്നത് എന്തുവാ? ഒരാൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം, അത് ഈ 40 കൂടിയാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. ഒരു ഷർട്ടേ ഇടാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ തണുപ്പുള്ളതുകൊണ്ട് ഒരു കോട്ടൂടെ ഇടാം. ഒന്നും നമുക്ക് അധികമായിട്ട് ഇവിടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ആത്മാക്കളാണ്. ഇത് നമ്മുടെ എല്ലാവരുടെ അകത്തൊരു തീയായി കയറട്ടെ. എല്ലാവരും അതൊന്ന് ആഗ്രഹിച്ചാൽ മതി, ബാക്കി നടക്കുന്നു. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. ബാക്കിയുള്ള പ്രയർ സബ്ജക്റ്റ് എല്ലാം വെട്ടിക്കളയണം. സ്വതന്ത്രം ഒരു തുടക്കം എന്ന നിലയിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണേ. അത് ഒന്ന് ഫേസ് ടു ഫേസ് തിരിഞ്ഞ് നിൽക്കണം. തിരിഞ്ഞ് നിന്നാട്ടെ. 2 പേര്
ആരെങ്കിലും ഒറ്റ തിരിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ അവർ ആ 2 പേരുടെ കൂടെ കൂടണം. 3 പേര് നിൽക്കണം. കൈ കോർത്ത് പിടിച്ചാട്ട് ഫേസ് ടു ഫേസ് നിൽക്കണം. കൈ കോർത്ത് 2 കൈയും കോർത്ത് പിടിക്കണം. എന്നിട്ട് ദൈവം നിങ്ങൾക്ക് അന്ന് ആ കൃപാവരം ഉപയോഗിച്ച് അഭിഷേകത്തോടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്, പ്രവചിച്ച് പ്രാർത്ഥിച്ച്, വെളിപ്പാടിൽ പ്രാർത്ഥിച്ച്, അധികാരത്തോടെ പ്രാർത്ഥിച്ച്, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച്. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇംഗ്ലണ്ടിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ താമസിക്കുന്ന കൗണ്ടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദേശം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ജീസസ് നെയിം.